നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം അറിയാനും ആസ്വദിക്കാനാണ് ഈശ്വരൻ ഓരോ ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്കും പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കണ്ട് മനസ്സിലാക്കാനും അത് നമ്മുടെ ഈ ജന്മത്തിൽ തന്നെ അനുഭവവേദ്യമാക്കാനുമാണ് ഈ ഒരു ഇന്ദ്രിയങ്ങൾ പ്രദാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്, ശരിക്കും പറയുകയാണെങ്കിൽ മുഖസൗന്ദര്യത്തിൽ പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ നാസാരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൂക്ക്. ആ മൂക്കിൻ്റെ ഭംഗി ശരിക്കും കവിഭാവനയിലും ചിത്രകാരന്മാരും ഒക്കെ പറയാറുണ്ട്, സുന്ദരിമാരായ പെൺകുട്ടികൾക്ക് ഇതുപോലെയുള്ള നീണ്ട മൂക്കുണ്ടായിരിക്കുമെന്ന്. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ നമ്മൾ ചിലയിടത്ത് പറയും മൂക്കാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി കാണിക്കുന്നത്. ഇപ്പൊ ബോൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല നീണ്ട മൂക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വ്യക്തിപരമായിട്ട് ചോദിക്കട്ടെ, അങ്ങനെയാണോ? എന്റെ കാര്യത്തിൽ തെറ്റാണെന്ന് തോന്നുന്നു. വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞു ഗോപിക. നമ്മുടെ ബി പോസിറ്റീവിൻ്റെ ഒരു പ്രധാന ഘടകം അല്ലെങ്കിൽ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ ഇതുപോലെയുള്ള തുറന്നു പറച്ചിലുകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൂക്കിലേക്ക് തന്നെ തിരിച്ചു വരാം അല്ലേ? ആയിക്കോട്ടെ. മൂക്ക് എന്ന് പറയുന്നത് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനപ്പുറം പലതരം ഗന്ധങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മളിലേക്ക് എത്തിക്കുന്നു അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര കോൾഡാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഫുള്ളായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരിക്കലും അങ്ങനെ ഗന്ധത്തിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും നമ്മുടെ സെൻസസ് നോക്കുമ്പോൾ. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആഹാരത്തിന് മുഴുവൻ അതിൻ്റെ അനുഭവവേദ്യമാകുമ്പോൾ, അതിൻ്റെ രുചി മുഴുവൻ അനുഭവവേദ്യമാകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം ഗന്ധം തന്നെ. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഇരിക്കും ഗന്ധം ശരിക്കും തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഗന്ധത്തിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ സംസാരിച്ച് തീരുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. നമുക്ക് കാണാം ശുഭസംഗീതം. നദിയുടെ നന്മല തീരം നിരുപമ ഭാവാർദ്ര തീരം കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം നിളാനദിയുടെ നന്മല തീരം നിരുപമ ഭാവാർദ്ര തീരം കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം നിളാനദിയുടെ നന്മല തീരം. ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ആത്മീയ ആചാര്യൻ അത് മറ്റാരുമല്ല, സ്വാമി വിവേകാനന്ദൻ തന്നെ. ശരിക്കും അദ്ദേഹം എന്ന് പറയുന്ന ആൾ വാക്കുകളാൽ അവർണ്ണനീയമാണ്. ശരിക്കും വാക്കിൽ ഒതുങ്ങാത്ത ഒരു പ്രതിഭാസം എന്ന് തന്നെ നമുക്ക് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിക്കാം. അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ, നമുക്ക് നൽകിയിട്ടുള്ള വികാരങ്ങൾ, ചിന്തകൾ ഒക്കെ തന്നെ നാം ഓർമ്മിക്കുന്നതിനോടൊപ്പം വളരെ വേദനാജനകമായ ഒരു കാര്യം കൂടി ഗോപിക ഞാൻ ഇന്നിവിടെ പറയുകയാണ്. 1902 ജൂലൈ 4 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണിന്ന്. അതുപോലെ മറ്റെന്താണ് പറയാനുള്ളത്? വേറൊരു വ്യക്തിയും ഇന്നത്തെ ദിവസം തന്നെ അന്തരിച്ചു. അതായത് നമുക്കറിയാം ഫ്രാൻസിലെ ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞയായിരുന്നു മേരി ക്യൂരി എന്ന് പറയുന്നത്. 1934 ജൂലൈ 4 മരിക്കുന്നത്. മേരി ക്യൂരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു റേഡിയം പൊളോണിയം എന്ന് പറയുന്ന 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചതിനും കൂടാതെ റേഡിയോ ആക്ടിവിറ്റിയിലുള്ള അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടിയിട്ട് 2 നോബൽ പ്രൈസ്, അതും 2 സയൻസ് സബ്ജക്ട്സിലും, ഒന്ന് കെമിസ്ട്രിയിലും ഒന്ന് ഫിസിക്സിലും അവര് നേടിയിട്ടുണ്ടായി. അങ്ങനത്തെ ഒരേ ഒരു വനിത മാത്രമേ ഉള്ളൂ, അത് മേരി ക്യൂരിയാണ്. അതേപോലെ തന്നെ മേരി ക്യൂരിയെ പറ്റി പറയുമ്പോഴത്തേക്കും വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ദിവസമാണ് മരിച്ച അവരുടെ ഈ റേഡിയോ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയ പരീക്ഷണങ്ങൾ കാരണം തന്നെയാണ് ഏറ്റവും അവസാനം അവർ മരിക്കാനും കൂടെ കാരണമായത്. തീർച്ചയായിട്ടും സ്വന്തം വിജയത്തിന് വേണ്ടി, സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടി, വിജയത്തിലേക്ക് നടക്കാൻ വേണ്ടി ജീവിതം പോലും കൈവഴിഞ്ഞ ഒരു ധീരമായ വനിത കൂടിയാണ്. ആ മഹതിയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചരിത്ര സത്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് കാണാം ചരിത്രത്തിൽ നിന്ന്.
ചാക്യാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗന്ധം എന്ന് പറയുന്നത് ഏതാ? ശരിക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ പലതരം ഗന്ധങ്ങളുണ്ട്. പക്ഷേ അതിൽ ഇഷ്ടപ്പെട്ട വളരെ പ്രധാനമായിട്ട് ഇഷ്ടമുള്ള ഒരു ഗന്ധമാണ് ഈ മുല്ലപ്പൂവിൻ്റെ ഗന്ധം. ശരിക്കും ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല മുല്ലപ്പൂ ചൂടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല കോഫിയുടെ ഗന്ധം. നമുക്ക് ഈ നല്ല സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നാം സഞ്ചരിക്കവേ ഈ കോഫിയുടെയൊക്കെ മണം വരുമ്പോൾ അറിയാതെ ഒരു വിശപ്പും വരുമെന്ന് ഇറങ്ങി എന്തെങ്കിലും കുടിക്കാനായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഒരു നാം അറിയാതെ ശരിക്കും പറയുക തുറന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ നാവ് എന്തൊക്കെയോ ആഗ്രഹിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഗോപിക്ക് എന്താണ് ഇഷ്ടമുള്ളത്? എനിക്ക് അങ്ങനെ ഒന്ന് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പൊതുവെ എല്ലാം വളരെ നല്ല സ്മെൽ എന്ന് പറയുന്ന എല്ലാം ഇഷ്ടമാണ്. ഇപ്പൊ മുല്ലപ്പൂ ആണെങ്കിലും കോഫി ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പൊ ചുക്ക് കാപ്പി ഇപ്പൊ കുറെ ദിവസമായിട്ട് അതായതുകൊണ്ട് അതിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം അല്ലെ? ചിരിയായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് നമുക്ക് അടുത്തത്. അപ്പൊ കണ്ടു ചിരിക്കും, നമുക്ക് കാണാം. സജീഷ് കുട്ടനെല്ലൂർ അവതരിപ്പിക്കുന്ന ഹാസ്യ കേരളം. എല്ലാവരുടെയും അനുവാദത്തോടെ ഹാസ്യ കേരളം വീണ്ടും ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ രാത്രി ചാക്യാർ ഒരു സീരിയൽ, ചാക്യാർക്ക് ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു സീരിയലിൻ്റെ ചില ഭാഗങ്ങൾ കാണേണ്ടി വന്നു. അപ്പോൾ അതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ ഈ നമ്മുടെ വിഡ്ഢിപ്പെട്ടി എന്നും കണ്ണീർ പെട്ടി എന്നും, ഇനി അതല്ല പരസ്യപ്പെട്ടി, അതാണത്രേ അതിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ നമ്മൾ ഈ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെ ഈ പരസ്യപ്പെട്ടി. ഇപ്പോൾ ഈ ചുവരിലിങ്ങനെ വലിയ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പരസ്യപ്പെട്ടിയിലൂടെ നമ്മൾ കാണുന്ന സീരിയലുകളുണ്ടല്ലോ, അത് ശരിക്കും അതിൻ്റെ പേര് സീരിയൽ എന്നാണെങ്കിലും ശരിക്കും അത് ആ പേരൊന്ന് മാറ്റിയാൽ നന്നായിരിക്കുമെന്ന് ചാക്യാർക്ക് തോന്നുകയാണ്. അതിന് ഏറ്റവും നല്ല പേര് സാരിയൽ എന്നാണ്. കാരണം ഇപ്പോൾ ഒരു തുണിക്കടയുടെ പരസ്യത്തിൽ പോലും ഇത്രയും വൈവിധ്യങ്ങളായ സാരികളൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം ഇന്നലെ കണ്ട സീരിയലിലെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ നായിക അതിരാവിലെ തന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതാണ് അതിൻ്റെ ആ സീരിയലിൻ്റെ ആദ്യ സീൻ. അപ്പോൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന നായിക ഒരു പച്ചപ്പട്ടു ചേലയൊക്കെ ചുറ്റി സർവാഭരണ വിഭൂഷിതയായിട്ട് ഒരു കുട്ട വാടാത്ത മുല്ലപ്പൂവൊക്കെ ആയിട്ടാണ് ഉറക്കത്തിൽ നിന്നും ഇങ്ങനെ കണ്ണുമിഴിച്ച് ഇങ്ങനെ ആളുകളെ കരയിപ്പിക്കാനായിട്ട് എഴുന്നേറ്റിങ്ങനെ വരുന്നത് തന്നെ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സീരിയലല്ല, ഇതാണ് സാരിയൽ. അപ്പോൾ ടി വിക്കകത്ത് ചന്ദനമഴ, ഇതൊക്കെ കണ്ട് ടി വിക്ക് പുറത്തോ കണ്ണീർ മഴ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണത്രേ കുടുംബം. എന്താ കൂടുമ്പോൾ ഇമ്പമുള്ളതാണത്രേ കുടുംബം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെയാണോ? അപ്പോൾ ഈ ചില കുടുംബങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ മനസ്സിലാകും കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നതാണോ കുടുംബം എന്ന് തോന്നിപ്പോകും. അപ്പോൾ ചില കുടുംബങ്ങളിലാണെങ്കിൽ അച്ഛനാണെങ്കിൽ പാകിസ്ഥാൻ, അമ്മയാണെങ്കിൽ താലിബാൻ, മക്കളാണെങ്കിൽ ശ്രീലങ്ക, അതുപോലെ വേറൊരു മകനുണ്ട്, അയാളാണെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈ സൗത്ത് കൊറിയ. അപ്പോൾ അതേ ഒരു അവസ്ഥയിലാണ് ചില കുടുംബങ്ങളൊക്കെ നമുക്കിങ്ങനെ ചാക്യാർക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ഇപ്പോൾ ഈ ചില ഭർത്താക്കന്മാരുണ്ട്, അതായത് ഭാര്യ എന്ത് ചെയ്താലും അതിനെ വിമർശിക്കുന്ന ചില ഭർത്താക്കന്മാരാണ്. ഉദാഹരണത്തിന് ഭാര്യ മീൻകറി വെച്ചു, ഭർത്താവൊന്നു എടി നിന്നോട് ആര് പറഞ്ഞു മീൻ കറി വയ്ക്കാൻ? എടി അത് വറുക്കണ്ടേടി. പിറ്റേ ദിവസം ഭാര്യ മീൻ വറുത്തു വെച്ചു. എടി നിന്നോട് ആര് പറഞ്ഞു മീൻ വറുത്തു വയ്ക്കാൻ? എടി അത് കറി വയ്ക്കണ്ടേടി. അതായത് എന്ത് ചെയ്താലും കുറ്റമാണ്. മീൻ കറി വെച്ചാൽ കുറ്റം, വറുത്തു വെച്ചാൽ അതിലേറെ കുറ്റം. അപ്പോൾ അതിബുദ്ധിമതിയായിട്ടുള്ള ഒരു ഭാര്യ ഒരു ബുദ്ധി അങ്ങോട്ട് പ്രയോഗിച്ചു. പിറ്റേന്ന് കുറേ മീൻ അങ്ങ് കറി വെച്ചു, കുറേ മീൻ വറുത്തും വെച്ചു. ഭർത്താവ് വന്നു, അയാൾ കൈയൊക്കെ കഴുകി ഇരുന്നു, പ്ലേറ്റിലേക്ക് നോക്കി, വറുത്തതും വെച്ചതും വറുത്തതും വെച്ചതും വറുത്തതും അയാൾക്കങ്ങ് പെരുത്ത് റെഡി ഇവിടെ വാടി. എടി നീ വറുക്കേണ്ട മീനെടുത്ത് കറി വെച്ചു, കറി വെക്കേണ്ട മീനെടുത്ത് വറുത്തും വെച്ചു. മനസ്സിലായുള്ളൂ. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകളും കുടുംബങ്ങളിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുടുംബങ്ങളിൽ കൂടുമ്പോൾ എങ്ങനെ ഇമ്പമുണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ കുടുംബങ്ങളിൽ സ്നേഹം അത് വളരെ അത്യാവശ്യമാണ്. സ്നേഹത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ചാക്യാർക്ക് പെട്ടെന്ന് പ്രേമത്തെ പറ്റി ഓർമ്മ വരുന്നത്. പ്രേമത്തെ പറ്റി ഓർമ്മ വരുന്നത് അൽഫോൺസ് പുത്രൻ്റെ പ്രേമമല്ല, സാക്ഷാൽ പ്രേമം. അപ്പോൾ ഈ പ്രേമം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ 2016 പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ പറയാതിരുന്നത് ശരിയാവില്ല. അപ്പോൾ ഈ സമയത്ത് ചാക്യാർ ഓർക്കുകയാണ്, പ്രേമനായകൻ മലയാള സിനിമാ വേദിയിൽ 35 വർഷക്കാലം വിലസിയ എന്നെ സംബന്ധിച്ചിടത്തോളം നയൻതാരയ്ക്കൊപ്പം ഡിസ്കോ ഡാൻസ് കളിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അറ്റിഷ്കും എങ്ങനെയുണ്ട്. അപ്പോൾ ഈ പ്രേം നസീർ എന്ന് പറഞ്ഞ നടൻ അദ്ദേഹത്തിൻ്റെ കാമുകിമാരെ വിളിച്ചിരുന്നത് ഭവതിക്ക് എന്നോട് പിണക്കമാണോ, പ്രിയതമേ, ഷഗീ എന്നൊക്കെയാണ്. അപ്പോൾ പ്രേം നസീറും നമ്മുടെ കാരണവന്മാരായ അന്നത്തെ മലയാളി ചെറുപ്പക്കാരും ഒക്കെ കാമുകിമാരെ ഭവതി, പ്രിയതമേ, സഖി എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാമുകന്മാർ കാമുകിയെ വിളിക്കുന്നത് എങ്ങനെയാണ്? ഫോണെടുത്ത് എന്തടാ ഏതടാ സോറിടാ. അപ്പോൾ മാത്രമല്ല ഇന്നത്തെ ആളുകൾ ഹൃദയത്തിലാണ് കാമുകിമാരെ, പഴയ ആളുകൾ ഹൃദയത്തിലാണ് കാമുകിമാരെ സേവ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾ മൊബൈൽ ഫോണിലാണ് കാമുകിമാരെ സേവ് ചെയ്യുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചാൽ ഡിം കഴിഞ്ഞു, പിന്നെ ഇവർ കണ്ടാൽ മിണ്ടാട്ടം പോലും ഉണ്ടാകില്ല. അപ്പോൾ ഇത് 60കളിലെ കഥയാണെങ്കിൽ 2016 പ്രേമം തുടങ്ങുമ്പോൾ തന്നെ ഈ കാമുകൻ കാമുകിയെ വിളിക്കുന്നത് പലചരക്ക് സാധനങ്ങളുടെ പേരിലാണത്രേ. പ്രേമം തുടങ്ങി കാമുകൻ വിളിക്കുകയാണ് പഞ്ചാരേ ചക്കരെ എന്നൊക്കെയാണ്. പഞ്ചാര ചക്കര ഒക്കെ പലചരക്ക് സാധനങ്ങളാണ്. പിന്നെ വിളിക്കുന്നത് കാമുകൻ കാമുകിയെ വിളിക്കുന്നത് ഭക്ഷണ സാധനങ്ങളുടെ പേരിലാണ്. പാലേ തേനേ എന്നൊക്കെയാണ് അത്രേ കാമുകിയെ വിളിക്കുന്നത്. പിന്നെ വിളിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ പേരിലാണ്. സ്വർണ്ണത്തിനൊക്കെ എന്താ വില, തങ്കമേ, സ്വർണ്ണമേ, മുത്തേ, പൊന്നേ അങ്ങനെയൊക്കെ വിളിക്കും. ചങ്കേ, കണ്ണേ, കരളേ, ഹൃദയമേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പിന്നെ കാമുകി ഇങ്ങനെ നോക്കുമ്പോൾ കാമുകൻ്റെ തൊഴിൽ ബഹുകേമായിട്ടുള്ള തൊഴിലാണ്. അപ്പോൾ തൊഴിലിൻ്റെ പേരിലാണ്ട് വിളിക്കും. കള്ളി രണ്ടുപേരുടെയും തൊഴിലാണ്, അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ എങ്ങനെയൊക്കെ പോകുന്നതിനിടയ്ക്ക് വഴിക്ക് വെച്ച് ചിലരുടെയൊക്കെ കല്യാണം കഴിയും. കാമുകൻ പ്രൊമോഷൻ കിട്ടി ഭർത്താവായി, കാമുകി ഭാര്യയായി. കല്യാണം കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ അറിയാം, ചില വീട്ടുപകരണങ്ങളുടെയൊക്കെ പേരിലാണത്ര. ചൂല്, കോടാലി. അപ്പോൾ വാമഭാഗം അത്ര മോശമൊന്നുമല്ല, ചില ഓമന മൃഗങ്ങളുടെ പേരിലൊക്കെയാണത്രേ ഭർത്താവിനെ വിളിക്കുന്നത്. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ മാസം ഭർത്താവ് എന്ത് പറയുന്നു ഭാര്യ കേൾക്കും, പിന്നീട് വരുന്നൊരു 6 മാസം ഭാര്യ എന്ത് പറയുന്നോ ഭർത്താവ് കേൾക്കും, പിന്നീട് ഇവർ രണ്ടുപേരും എന്തൊക്കെ പറയുന്നോ നാട്ടുകാർ മൊത്തം കേൾക്കും. നമ്മുടെ ജീവിതം വിജയപരാജയങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണെന്ന് തന്നെ പറയാം. കാരണം ഒരു വിജയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരാജയം, പക്ഷെ ഒരിക്കലും പരാജയത്തിൽ നമ്മൾ നിരാശരാവേണ്ട കാര്യമില്ല. ശരിക്കും ഉദയം ഉണ്ടെങ്കിൽ അസ്തമയമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ജയം പരാജയം എന്നിവയിലൂടെ വേണം നാം സഞ്ചരിക്കാൻ. ശരിക്കും ഞാനൊരു വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം തളരും. ആ ഒരു അവസരത്തിൽ നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ് ഗന്ധം. അതിലോട്ട് തന്നെ തിരിച്ചു വരാം. ഒരു നല്ല കോഫിയുടെ മണം നമുക്ക് എത്തുകയാണെങ്കിൽ ഒരു വല്ലാത്തൊരു ഊർജ്ജമായിരിക്കും, ഫീലിംഗ് ആണ് അല്ലേ? നമുക്ക് എന്തിനെ നേരിടാം. ഒരു കോഫി കുടിച്ചാൽ നമ്മൾ ആ ഒരു കോഫി കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ശാരീരികമായിട്ട് നമുക്കൊരു ഉണർവ്, ആ ഉണർവ് വരുന്നതോടൊപ്പം മാനസികമായിട്ടൊരു ഉണർവ്, പിന്നീട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാകുന്നു. ശരിയല്ലേ? തീർച്ചയായിട്ടും ഒരു ഉത്തേജക ശക്തിയുള്ള ഒരു സ്മെല്ലാണ് തീർച്ചയായിട്ടും കോഫിയുടെ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റ് കാണാനുള്ള സമയമായിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഒരുപാട് ഉത്തേജനം പകരുന്ന ഒരു സെഗ്മെന്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് കാണാം. ശ്രീ പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന മോട്ടിവേഷൻ ക്യാപ്സ്യൂൾ വഴിത്തിരിവ്. ലോക കായിക ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് മൈക്കൽ ജോർഡന്റേത്. പ്രമുഖനായ ബാസ്കറ്റ്ബോൾ പ്ലെയർ. 1963 അമേരിക്കയിലെ ബ്രൂക്ലൈനിലാണ് ജോർഡൻ ജനിക്കുന്നത്. ബാല്യകാലം വളരെയധികം ദുരിതത്തിലൂടെയാണ് അദ്ദേഹം കൊണ്ടുപോയത്. ദാരിദ്ര്യം, കറുത്തവർഗ്ഗക്കാരൻ എന്നുള്ള രീതിയിലുള്ള അപമാനം, വിദ്യാഭ്യാസം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ട് പോവുകയും വല്ലാത്ത അപകർഷതാബോധവും വല്ലാത്ത ലെസ് കോൺഫിഡൻസും അദ്ദേഹത്തിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്തു. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത ബാല്യകാലം. ആ ദിവസത്തിൽ ഒരു ദിവസം ജോർഡൻ്റെ അച്ഛൻ ഒരു ചെറിയ തുണിക്കഷ്ണം, വളരെ മുഷിഞ്ഞ ഒരു ചെറിയ തുണിക്കഷ്ണം ജോർഡൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്നാണ് നീ വിശ്വസിക്കുന്നത്? ജോർഡൻ അത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനൊരു $1 ഒരു പക്ഷേ കിട്ടിയേക്കും. നീ ഇത് വിറ്റ് $2 ഉണ്ടാക്കുവാൻ ശ്രമിക്കുക എന്ന് അച്ഛൻ ജോർഡനോട് പറഞ്ഞു. ജോർഡൻ ഒന്ന് ചിന്തിച്ചു, എങ്ങനെയാണ് ഈ $1 വർത്തായിട്ടുള്ള ഒരു തുണിയിൽ നിന്നും $2 ഉണ്ടാക്കുക? എങ്കിലും ആ മുഷിഞ്ഞ തുണിയെ അദ്ദേഹം ഭംഗിയായ രീതിയിൽ അലക്കിയെടുത്തിട്ട്
അതിനെ മടക്കി തൻ്റെ തലയിണയ്ക്കടിയിൽ വെച്ചിട്ട് ജോർഡൻ കിടന്നു. അതിലൂടെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല സ്റ്റിഫായ രീതിയിൽ നല്ല രീതിയിൽ മടങ്ങിയിരുന്ന ആ ചെറു തുണിയുമായിട്ട് അദ്ദേഹം മാർക്കറ്റിലേക്ക് പോയി. നിരന്തരമായി പല ആൾക്കാരെയും അപ്രോച്ച് ചെയ്തതിന് ശേഷം അന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ തുണി, അച്ഛൻ തലേ ദിവസം കൊടുത്ത മുഷിഞ്ഞ തുണി, ജോർഡൻ അലക്കി വൃത്തിയാക്കി ഭംഗിയായ രീതിയിൽ മടക്കി എടുത്ത ആ തുണി $2 വിൽക്കുവാൻ വേണ്ടി ജോർഡൻ സാധിച്ചു. തിരിച്ചു വീട്ടിലേക്ക് എത്തിയിട്ട് ജോർഡൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഈ തുണി വിറ്റിരിക്കുന്നു, $2 ഞാനിത് വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ ഒരുപാട് സന്തോഷിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു തുണി, ഒരു മുഷിഞ്ഞ തുണി അച്ഛൻ ജോർഡൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ചോദിച്ചു, ഇതിന് എന്ത് വിലയുണ്ട്, എത്ര രൂപയ്ക്കാണ് ഇത് നമുക്ക് വിൽക്കുവാൻ കഴിയുക? അപ്പോൾ ജോർഡൻ പറഞ്ഞു, ഇത് $2 കിട്ടും. $1 നിന്നും അദ്ദേഹം $2 എത്തി. $2 കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ജോർഡൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, $2 അല്ല, ഇപ്രാവശ്യം നീ ഇത് വിൽക്കേണ്ടത് $20. ജോർഡൻ അത്ഭുതപ്പെട്ടു. $20? $1 മാത്രം താനിത് വർത്തെന്ന് കരുതിയിരുന്നു. പോട്ടെ, $2 ആയിരിക്കാം, ഒരു പക്ഷേ ഇതിനും $2 കിട്ടിയേക്കാം. പക്ഷേ $20 എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അച്ഛൻ പറഞ്ഞു, നീ ശ്രമിക്ക്, നല്ല രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കൂ, ഒരു പക്ഷേ നിനക്കത് വിൽക്കുവാൻ കഴിഞ്ഞേക്കും, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. ജോർഡൻ ആലോചിച്ചു എന്ത് ചെയ്യാം. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതിന് മുന്നത്തെ തവണ പോലെ തന്നെ കൃത്യമായ രീതിയിൽ അലക്കിയെടുക്കുകയും അതിനെ മടക്കി വെക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ ഏറ്റവും വൃത്തിയായിട്ടുള്ള തുണിയിൽ അദ്ദേഹം ഒരു ചിത്രം വരച്ചു. ആ ചിത്രം വരച്ച തുണിയുമായിട്ട് ജോർഡൻ മാർക്കറ്റിലേക്ക് പോവുകയും ഈ തുണി വിൽക്കുവാൻ ശ്രമിക്കുകയും $20 ആ തുണി അവിടെ വിൽക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഒരുപാട് സന്തോഷവാനായി തിരിച്ചെത്തിയ ജോർഡൻ തൻ്റെ കഴിവുകളിലും തൻ്റെ ശേഷിയിലുമൊക്കെ വിശ്വാസം അർപ്പിച്ചു തുടങ്ങിയിരുന്നു. ആ ജോർഡനോട് ചില ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ വീണ്ടും അത്തരമൊരു തുണിയുമായി വന്നിട്ട് അത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്ക് എത്ര $ന് വിൽക്കുവാൻ കഴിയും? ജോർഡൻ പറഞ്ഞു, എനിക്ക് $20 ഇത് ഉറപ്പായിട്ടും വിൽക്കുവാൻ കഴിയും. അച്ഛൻ പറഞ്ഞു, $20 അല്ല, നീ ഇത് വിൽക്കേണ്ടത് $200. ജോർഡൻ അത്ഭുതപ്പെട്ടു. എന്താ തമാശ പറയുകയാണോ, എന്നെ കളിയാക്കുകയാണോ? $200 ഈ ഒരു ചെറിയ തുണി വിൽക്കുക എന്നുള്ളത് തീർത്തും അസാധ്യമാണ്. അച്ഛൻ പറഞ്ഞില്ല, നിന്നെ കൊണ്ടത് സാധിക്കും. $1 വിൽക്കുമെന്ന് മാത്രം നീ പറഞ്ഞിരുന്നത് നീ $2 വിറ്റു. അതേ തുണി നീ $20 വിറ്റു. ഉറപ്പായിട്ടും നിനക്ക് $200 കൂടെ വിൽക്കുവാൻ സാധിക്കും. ജോർഡൻ ഒന്ന് ആലോചിച്ചു, എന്ത് ചെയ്യാം ഇതിനു വേണ്ടിയിട്ട്. ആ ദിവസങ്ങളിലാണ് ചാർലീസ് ഏഞ്ചലിൻ്റെ നായിക പങ്കെടുക്കുന്ന ഒരു പരിപാടി ജോർഡൻ്റെ വീട്ടിനടുത്തുണ്ടായത്. സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാം വെട്ടിച്ച് ജോർഡൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ആ ചെറു തുണിയിലേക്ക് അവരിൽ നിന്നും ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു. ഈ ഓട്ടോഗ്രാഫ് കിട്ടിയ തുണിയുമായിട്ട് മൈക്കൽ ജോർഡൻ പുറത്തേക്ക് എത്തുകയും ആ തുണി ആ ജനക്കൂട്ടത്തിനിടയിൽ ലേലത്തിന് വെക്കുകയും ചെയ്തു. ചാർലീസ് ഏഞ്ചലിൻ്റെ നായിക ഒപ്പിട്ട ഈ തുണിയാണ്, ഇതാണ് ഞാൻ ലേലത്തിന് വെക്കുന്നത്, ഏറ്റവും മിനിമം തുകയായി നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്നത് $200 ആണ്. $200 മുതൽ തുടങ്ങിയ ലേലമൊടുവിൽ 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ $1200 എത്തുകയും ആ ചെറു തുണി $1200 മൈക്കൽ ജോർഡൻ വിൽക്കുകയും ചെയ്തു. ചുരുക്കിയാൽ $1 എന്ന് മാത്രം അയാൾ വിശ്വസിച്ചിരുന്ന തുണിയെ ഏതാനും മാസങ്ങൾ കൊണ്ട് $1200 വിൽക്കുവാനാണ് അവിടെ കഴിഞ്ഞത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ ചെറു തുണിയിലേക്ക് കൂടുതൽ വാല്യൂസ് ആഡ് ചെയ്യപ്പെട്ടപ്പോൾ, ആ ചെറു തുണിയിലേക്ക് ഒരു ചിത്രമാലേഖനം ചെയ്യപ്പെട്ടപ്പോൾ, ആ ചെറു തുണിയിലേക്ക് പ്രശസ്തയായ ഒരാളുടെ കയ്യൊപ്പ് പതിഞ്ഞപ്പോൾ ഒക്കെ അതിൻ്റെ വാല്യൂ വല്ലാത്ത രീതിയിൽ അങ്ങ് വർദ്ധിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് എവിടെയെങ്കിലുമൊക്കെ ഒരു പക്ഷേ നമുക്കൊരു വിശ്വാസക്കുറവ് തോന്നിയേക്കാം, എവിടെയെങ്കിലുമൊക്കെ ഒരു പക്ഷേ ഒരു അപകർഷതാ ബോധം തോന്നിയേക്കാം, എനിക്കിത് കഴിയുമോ എന്ന് തോന്നിയേക്കാം. എങ്കിലും വിദ്യാഭ്യാസം കൊണ്ടോ നല്ല നല്ല പരിചയങ്ങൾ കൊണ്ടോ ജീവിതത്തിൽ നിന്നും ആർജിച്ചെടുക്കുന്ന കഴിവുകൾ കൊണ്ടോ അറിവ് കൊണ്ടോ ഒക്കെ ജീവിതത്തിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കുകയാണെങ്കിൽ $1 മാത്രമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഡോളറുകൾ വർത്തായിട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയും. പക്ഷേ ഇവിടെ വേണ്ടത് നിരന്തരമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് നമ്മളിൽ നടത്തിക്കൊണ്ടിരിക്കണം, നിരന്തരമായിട്ടുള്ള വികസനം നമ്മളിൽ നടത്തിക്കൊണ്ടിരിക്കണം, ഏറ്റവും നിരന്തരമായിട്ടുള്ള വാല്യൂ അഡിഷൻ കൂടെ നടന്നുകൊണ്ടേയിരിക്കണം. ഇത് ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം എപ്പോഴും ഒരു പടിയിൽ നിന്നും മറ്റൊരു പടിയിലേക്ക് കയറുവാനും വീണ്ടും മുകളിലേക്ക് കയറുവാനും ഉയരങ്ങൾ താണ്ടുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ പ്ലെയിനിൽ മാത്രം നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് പടികൾ ഓരോന്നായി മൂല്യവർദ്ധനത്തിലൂടെ കയറുവാനും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാനും നമുക്ക് സാധിക്കും. ജോർഡൻ്റെ ജീവിതത്തിലെ ആ അനുഭവം നമുക്കൊരു നല്ല പാഠവുമായിരിക്കും. ശരിക്കും ബി പോസിറ്റീവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും ഞങ്ങൾ ഇനി മുന്നോട്ടുള്ള ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ ഞങ്ങളെ സഹായിക്കുന്നത്, ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്നേഹവും തന്നെയാണ്. അതിനായിട്ടൊരു വിലാസം തരുന്നു. ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 04712466 160. ഇമെയിൽ
panorama.tvmedia@gmail.com. ശരിക്കും ഞാനും ഗോപികയും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഗന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഗന്ധങ്ങളുടെ ഒരു പരമ്പര ഇവിടെ തീരുന്നില്ല. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയം നമുക്കൊരു അതിർവരമ്പാണ്. അതുകൊണ്ട് തന്നെ ചിലതുകൂടി പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. ചെറിയ കുട്ടികൾക്ക് അവർക്ക് പ്രത്യേകമായിട്ടൊരു വാസനയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അവരടുത്ത് വരുമ്പോൾ നമുക്ക് ഒന്ന് ഉമ്മ വയ്ക്കാൻ, നമ്മുടെ വാത്സല്യം പ്രകടിപ്പിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. എന്ത് തോന്നുന്നു ഗോപിക? പക്ഷെ എല്ലാ ഗന്ധങ്ങളും അതുപോലെ ആവണമെന്നില്ല. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ആശുപത്രിയിലൊക്കെ പോവാണെങ്കിൽ അതിന്റെ ഗന്ധം ഒരു ഭീതി ഉണർത്തല്ലേ, ഇനി പോണ്ട എന്നുള്ള തോന്നൽ. പക്ഷെ അത് മാത്രമല്ല, ഇപ്പൊ മഴക്കാലമാണ്, തീർച്ചയായിട്ടും ആദ്യമായിട്ട് വീഴുന്ന മഴയുടെ ആ മണ്ണിന്റെയും ആ മഴയുടെയും ചേർന്നുള്ള ഒരു ഗന്ധം, അത് ശരിക്കും നമ്മളൊക്കെ ഒരുപാട് ആസ്വദിക്കുക. ശരിക്കും പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, പുതുമഴയുടെ ഗന്ധം ആസ്വദിക്കുന്നവർക്ക് എന്തോ ചെറിയൊരു തകരാറുണ്ടെന്ന്. അതെ, എന്ത് തന്നെയാണെങ്കിലും ചെറിയൊരു അസുഖത്തിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഞങ്ങളൊക്കെ ഒരുപാട് അല്ലെ പുതുമഴ ആസ്വദിക്കുകയാണ്. അത് പഴയ ആൾക്കാരായാലും പുതിയ ആൾക്കാരായാലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രായ വ്യത്യാസം ഇല്ല. ആദ്യത്തെ മഴ എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ഗന്ധം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇന്ന് നമ്മുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഗന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തട്ടെ, നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങളെ അവ ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ജയത്തിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.